ഇപ്പൊ തന്നെ നല്ല ജോലിയുണ്ട്, ഇനി ഏത് ജോലിയാ? ഇനി ഒരു ജോലിയേ ഉള്ളൂ, അടുക്കള ജോലി. അല്ലാണ്ട് പിന്നെ എന്താ പറയുക? അപ്പൊ ഞാൻ ഈ പദപ്രയോഗങ്ങളെല്ലാം നടത്തുന്നത് ആ പോയിന്റ് ഒന്ന് ക്ലിയർ ആക്കാനാണ്. അപ്പൊ അറിയാനുള്ളത്, ഏത് യുക്തിവാദി ചോദിച്ചാലും ജ്യോതിഷം സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ 3 ഭാഗങ്ങളുള്ള ജ്യോതിഷത്തില് 2 ഭാഗം പ്യുവർലി സയന്റിഫിക് ആണ്, 3ാമത്തെ ഭാഗം അബ്സല്യൂട്ട്ലി നോൺ സയന്റിഫിക് ആണ്. പിന്നെ എന്തിനാ താൻ അത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണോ യൂസ്ലെസ് ആണോ എന്ന വീക്ഷണത്തോടുകൂടി യൂസ്ഫുൾ ആണെങ്കിൽ ജീവിതത്തിൽ പ്രയോഗിക്കാം, യൂസ്ലെസ് ആണെങ്കിൽ വേണ്ട. തനിക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ, ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഒരു പ്രസക്തവുമല്ല. മുമ്പിൽ കൂടെ ഒരു ആന വരുന്നു, തനിക്ക് ആനയിൽ വിശ്വാസമുണ്ടോ? എനിക്ക് ആനയിൽ വിശ്വാസം ഇല്ല. എന്താ കാരണം? അത് മൃഗാണ്. എന്നാ താൻ മുമ്പിൽ നിൽക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം ഡിസ്കഷൻ ഇറലവന്റാ. ആനയിൽ വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ലയോ എന്നുള്ളതിലൊന്നും റിലവൻസ് ഇല്ല. അപ്പൊ എന്താണ്? യൂസ്ലെസ് ആണോ യൂസ്ഡ് ലെസ് ആണോ? ഇത് മാത്രമേ ഉള്ളൂ. യൂസ്ലെസ് ഉപയോഗിക്കണം നിർബന്ധമില്ല. ഞാൻ ജാതകമേ എഴുതുന്നില്ല എന്നുള്ളത് യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും തെളിവൊന്നുമല്ല. ഈ ജാതകത്തിലെ ഒരു വാക്ക് പോലും ഈശ്വരനും മതവുമായിട്ട് ബന്ധമില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യയിൽ എങ്ങനെയാണോ ജ്യോതിഷം വളർന്നത് അതേപോലെ അമേരിക്കയിലും ജ്യോതിഷം വളർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എങ്ങനെയാണോ ജ്യോതിഷം വളർന്നത്, ഇന്ത്യയിലെ ജ്യോതിഷത്തിന്റെ ഒന്നും എടുക്കാതെ അമേരിക്കയിൽ ജ്യോതിഷം വളർന്നിട്ടുണ്ട്. ഈ 2 സ്ഥലത്തെയും ജ്യോതിഷം ഒന്നും എടുക്കാതെ BC 500 മുതൽക്ക് ഗ്രീക്കിൽ ജ്യോതിഷമുണ്ട്, ജോർദാനിൽ ജ്യോതിഷമുണ്ട്. അതൊന്നും ഇന്ത്യയിലെ ജ്യോതിഷമല്ല. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അമേരിക്കൻ ജ്യോതിഷത്തിലെ നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഗ്രഹങ്ങളാണ്, പ്ലാനറ്റുമാണ്, ഗ്രഹങ്ങളുമാണ്. ഇന്ത്യയിൽ നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഇല്ല. രാഹുവും കേതുവും നെപ്റ്റ്യൂണും പ്ലൂട്ടോയുമാണോ? യാതൊരു ബന്ധവുമില്ല. രാഹുവും കേതുവും നെപ്റ്റ്യൂണും പ്ലൂട്ടോയുമായിട്ട്. അപ്പൊ നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ജാതകം ശരിയാണോ? ഇതൊന്നുമില്ലെങ്കിലും ഈ ജാതകം പ്രയോജനപ്രദമാക്കാൻ ആവശ്യമുള്ളവർക്ക് സാധിക്കും. കാരണം ഏതാണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ചൊവ്വയ്ക്ക് എങ്ങനെയാണ് അത്രയും കാരകത്വം കൊടുത്തത്? ചിലപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. A for ആപ്പിൾ, B for ബോൾ, C for കാറ്റ്. മലയാളികളായ സ്ഥിതിക്ക് ഇപ്പോ മലയാള അക്ഷരമൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിച്ചാണല്ലോ നമ്മൾ പഠിപ്പിക്കുക. അറിയാമല്ലോ ഇല്ലേ? 52 അക്ഷരമുള്ള മലയാളം പഠിപ്പിക്കാൻ 26 അക്ഷരമുള്ള ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് എങ്ങനെ വരിക? KA ക, KHA ഘ, GA ഗ, GHA ഘ, NGA ങ. എവിടെയാ NGA ങ എന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു അക്ഷരമേ ഇംഗ്ലീഷിലില്ല. പിന്നെ എങ്ങനെയാ ഇത് എടുത്തിരിക്കുന്നത്? കിട്ടാവുന്നത് കോഴിക്കോട്, KOEZHI. EZHIക്ക് ഴ ആണെന്ന് ആരാ പറഞ്ഞ? ഇംഗ്ലീഷുകാർ ഏതെങ്കിലും ഡിക്ഷണറിയിലുണ്ടോ? അത് ഒന്നുമില്ല. അപ്പൊ എന്താണ്? ബർണാഡ് ഷാ പറഞ്ഞ മാതിരി തന്നെ ഫിഷ് എന്ന് എഴുതുന്നതിന് GHOTI എന്ന് എഴുതിയാൽ മതി. ഫിഷ് എന്ന് എഴുതുന്നതിന് GHOTI എന്ന് എഴുതിയാൽ മതി. കേട്ടവർക്കൊക്കെ അത്ഭുതം. ഫിഷിന് എങ്ങനെയാണോ? ലാഫ്, LAUGH. GH എന്ന് പറഞ്ഞാൽ ഇഫ്, വിമൻ, WOMEN. അവിടെ O എന്തായി? വിമൻ, EI. അപ്പൊ GHO എന്തായി? ഫീ ആയി. നാഷണലിലെ TI എന്താണ്? ഷ. അപ്പൊ ഫിഷ് എന്ന് എഴുതുന്നതിന് GHOTI. ഞാൻ ഉണ്ടാക്കിയതല്ല, ബർണാഷ പറഞ്ഞതാ. അപ്പൊ യഥാർത്ഥത്തില് ആ അക്ഷരം ഉപയോഗിച്ച് നമ്മൾ A for ആപ്പിൾ പറയാറുണ്ടല്ലോ. A for ആപ്പിൾ ആരാ തീരുമാനിച്ചേ? A for ആം ആക്കിക്കൂടെ? A for ആന്റ് ആക്കിക്കൂടെ? NT. നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തു. A for ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും. B for ബോൾ, C for കാറ്റ് എന്ന് വേണമെങ്കിൽ അറിയാം എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ അത് വേണമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സമഗ്ര കാര്യത്തെയും 12 രാശിയിൽ കൊണ്ടുവന്നു. സമഗ്രം. അതിൽ ലഗ്നം എന്ന് പറയുന്നത് വ്യക്തിയുടെ ശരീരം, 2 എന്ന് പറയുന്ന വാക്ക്, 3 എന്ന് പറയുന്ന സഹോദരനും അയൽവക്കം, 4 അമ്മ, 5 പുത്രഭാവം, 6 കള്ളത്തരം നമ്മുടെ സ്വഭാവം, 7 പാർട്ട്ണർ, 8 മരണം മൃത്യുഭാവം, 9 പൂർവപുണ്യം പിതൃകാരകത്വം അച്ഛൻ, 10 കർമ്മഭാവം, 11 വരവ്, 12 ചെലവ്. 12ാം ഭാവത്തിൽ ഗുരുവുള്ള വ്യക്തിയുടെ അടുത്ത് ചോദിച്ചാൽ പറയും KPAC ലളിതയ്ക്ക് 12ാം ഭാവത്തിൽ ചൊവ്വയായി ഗുരുവായിരിക്കുന്ന ഒരു സിനിമയുണ്ട്.
ഗജകേസരി യോഗം. അവിടെ എന്ത് പ്രശ്നം വന്നാലും KPSC അയ്യോ ഞാൻ ഗുരുവായൂരപ്പനൊരു തുലാഭാരം നേർന്നേക്കാമേ. ഏത് തുലാഭാരം? നിങ്ങളെ കൊണ്ട് തന്നെ തുലാഭാരം. അപ്പൊ യഥാർത്ഥത്തില് അല്ലെങ്കിൽ ശയന പ്രദക്ഷിണ ആരെ നിങ്ങൾ തന്നെ ശയന പ്രദക്ഷിണ. ഇപ്പൊ 12 ID എന്നാ ഇന്നസെന്റ് പറയണത്. 12 ശയന. ഇത് എളുപ്പമല്ലേ? പുഷ്പാഞ്ജലിക്ക് 5 രൂപ കൊടുത്താൽ മതി, അമ്പലം മുഴുവനും കിടന്നൂരില്ല എന്ന് പറഞ്ഞാൽ ഇവൾക്ക് അതെന്താ കുഴപ്പം? 12 ഗുരു ഉള്ളതാ. 12 ഗുരു ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. 12 ശനി ഉണ്ടെങ്കിൽ 10 പൈസ അയാൾ ചെലവാക്കില്ല. 10 പൈസ ചെലവാക്കില്ല. അയാൾ അത് കാരണം അവിടെ ബ്ലോക്കാണ്. ചെലവാക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നു ശനി, ചെലവാക്കുന്നതിനെ സ്ട്രീം ലൈൻ ചെയ്യുന്നു ഗുരു. ചെലവാക്കുന്ന ചിലർ ലക്ഷൂറിയസ് വൈകുന്നേരമായ വെള്ളടിക്കാൻ തുടങ്ങി. എന്നിട്ട് 12 ശുക്രനുണ്ട്, അത് ലഗ്നത്തിലും ബാധിച്ചിട്ടുണ്ട്. ദൃഷ്ടി ലഗ്നത്തിലുണ്ട്, 12 അപ്പൊ ചിലർക്ക് അതാണ്. അപ്പൊ ചിലരുടെ അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിരന്തരം ഓർമ്മപ്പെടുത്തുക. തനിക്ക് ഇനി വരാൻ പോകുന്ന ദശ അല്പം മോശമായിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. അതുകൊണ്ട് തനിക്കൊന്നും വരില്ല എന്നല്ല, ശ്രദ്ധിക്കണം. താൻ അമ്പലത്തിൽ പൂജ നടത്തിയത് കൊണ്ടൊന്നും ഇത് മാറില്ല. അപ്പൊ പിന്നെ ഒന്നും ചെയ്യണ്ടെന്നാണോ സാറ് പറയുന്നത്? അല്ല, ഈ പൂജ നടത്തുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ തോന്നുക എന്നറിയോ? നല്ല ഗട്ടറുള്ള റോഡ്, ഇവിടെ അതില്ല, നാട്ടിലുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഗട്ടറുള്ള റോട്ടില് സ്കൂട്ടർ ഓടിക്കുമ്പോൾ 4ാമത്തെ ഗിയറിലിട്ട് അടിച്ച് കലക്കി പോയി വിചാരിച്ചാൽ മതി, ചെയ്യണ്ട. എന്താ സംഭവിക്കുക? വീഴും. അതേ റോട്ടിൽ കൂടെ ഗട്ടർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് 2ാമത്തെ ഗിയറിൽ വണ്ടി ഓടിച്ചു എന്ന് വിചാരിക്കുക, വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കഷ്ടകാലമാണ്, നല്ല കാലമാണ് എന്നാരെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് കേട്ടാൽ എന്താ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ, ചില റിസ്കി കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, എടുത്ത് ചാടണ്ട. നല്ല കാലമാണെങ്കിൽ നല്ല കാലമാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ചില പുതിയ ബിസിനസ് തുടങ്ങണം, എക്സ്പാൻഷൻ വേണം, മറ്റുള്ളവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് വേണം. ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ഏത് കമ്പ്യൂട്ടർ എടുത്ത് വിശകലനം ചെയ്താലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നല്ല കാലമാണ്, എക്സ്പാൻഷന് പറ്റുമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ യൂസ്ഫുൾ ആക്കാം. സയന്റിഫിക്കലി യു കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. ഇപ്പൊ പ്രിക്കോഷനാണ്. 6, 8, 12 ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. കഴിയുന്നതും ട്രെയിനിൽ പോവുക, കാർ എടുക്കണ്ട. ആക്സിഡന്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു പോവുക എന്ന് നമുക്കൊന്ന് പറയാം. അവിടെ തിരുവനന്തപുരത്ത് ഒരാളുണ്ട്, നല്ല പാർട്ടിയാണ്, ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യനാണ്, നല്ല രീതിയിൽ ഈശ്വര വിശ്വാസമൊക്കെ ഉള്ള ആളാണ്. അയാൾ ജ്യോതിഷന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു വാഹനം എടുക്കണ്ട, ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ എനിക്കൊരു വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാലും വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു എന്തായാലും വാഹനം എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നില്ല, എടുക്കണ്ടാവും. അയാൾ 4 മണിക്ക് രാവിലെ നടക്കാൻ പോകും. അപ്പൊ കന്യാകുമാരിയിൽ നിന്ന് പാലും കൊണ്ടുവരുന്ന ഒരു വണ്ടി നടന്നുകൊണ്ട് പോകുന്ന ഇയാളെ കയറി ഒറ്റ ഇടിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു കണ്ടില്ലേ, വാഹനത്തിൽ ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വാഹനം എടുത്തില്ലല്ലോ. വാഹനം എടുത്തിട്ട് വേണമെന്നില്ല ആക്സിഡന്റ് ഉണ്ടാവാൻ. വാഹനത്തിൽ ആക്സിഡന്റ് നമ്മുടെ കയ്യിലുള്ള വാഹനത്തിൽ നിന്ന് വേണമെന്നില്ല. അത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞതല്ല, പലതരത്തിലുള്ള അനാലിറ്റിക്കൽ പ്രോബബിലിറ്റീസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തല് നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ വയ്ക്കാം. മക്കളുടെ വളർച്ചയ്ക്ക് നമുക്ക് തന്നെ മനസ്സിലായി വിചാരിക്കാം. ഭാര്യയുടെ 2ാം ഭാവത്തിൽ ചൊവ്വയുണ്ടെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ചിട്ട് ശരിയാണ്. ഇനി എന്താ ചെയ്യാൻ വഴി? വേറെ ഭാര്യയെ മാറ്റാനൊന്നും സാധ്യമല്ല. അപ്പൊ അവള് കുറേ നേരം ശബ്ദിച്ചു കഴിയുന്നത് വരെ മിണ്ടാണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ താനെ അവള് നിർത്തിക്കോളും. അത് കഴിഞ്ഞിട്ട് പറയാ എനിക്കറിയാം നീ നല്ല മനുഷ്യ, നല്ല സ്ത്രീയാണ്, നല്ല ഭാര്യയാണ്, നിനക്ക് 2ാം ഭാവത്തിൽ ചൊവ്വയുള്ളത് കൊണ്ട്